മീഡിയ പിരിഞ്ഞുപോയി. രേണുവും തിരികെ വീട്ടിലേക്ക് പോകാൻ കാറിലേക്ക് കയറി. എന്നാൽ മറ്റൊരിടത്ത് ആ ചുംബനത്തിന്റെ കാഴ്ചയിൽ പക ആളിക്കത്തിയ മനസ്സുമായി ഒരാൾ മുന്നിലെ ടിവിയെ ലക്ഷ്യമാക്കി റിമോട്ട് വലിച്ചെറിഞ്ഞു. ഞൊടിയിടയിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടിവിയിലും ആ രംഗം ട്രെൻഡിംഗ് ആയി ഓടി. മറ്റാരുമായിരുന്നില്ല അത്, ഐശ്വര്യ എന്ന ഐഷു. നാശം! ഇന്ന് തന്നെ അവളെ തല്ലിയിറക്കും എന്ന് വിചാരിച്ച ഞാൻ ഇപ്പൊ മണ്ടി. രണ്ടും കൂടി പബ്ലിക്കായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് ഇണക്കുരുവികളെ പോലെ നടക്കുന്നത് കൂടി കാണേണ്ടി വന്നു. ഐശ്വര്യ ബെഡിലിരുന്ന് കിതച്ചു. ഒരിക്കലും ഗൗതത്തിന്റെ മനസ്സിൽ രേണുവിനോടൊരിഷ്ടം തോന്നാൻ പാടില്ല എന്ന ചിന്തയിലാണ് ഐഷു അവിടുത്തെ ഒരു സെർവന്റിനെ അല്പം കാശ് കൊടുത്ത് കൂടെ കൂട്ടിയത്. അവരാണ് രാത്രിയിൽ ഗൗതം രേണുവിനെ തല്ലി എന്ന വിവരം ചൂടാറാതെ ഐശ്വര്യയുടെ ചെവിയിലെത്തിച്ചത്. അപ്പോൾ തോന്നിയ ബുദ്ധിയിൽ ഐശ്വര്യയാണ് ഗൗതത്തിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തതും അത് മീഡിയയ്ക്ക് എത്തിച്ചു നൽകിയതും. പക്ഷേ അവളുദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന ചോദ്യം അവളെ വീർപ്പ് മുട്ടിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ഫോണെടുത്ത് ഗൗതത്തിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, പറയൂ. ഓ, ഞാനിനി എന്തു പറയാനാ? നിങ്ങൾ പറച്ചിലും കാണിക്കലും എല്ലാം കഴിഞ്ഞല്ലോ. ഗൗതത്തിന് നാണമില്ലേ വീണ്ടും വീണ്ടും അവളുടെ പിന്നാലെ ഇങ്ങനെ? ഛേ, അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്ന സിറ്റുവേഷനിൽ ആയിരുന്നില്ല ഗൗതം. അതുകൊണ്ട് തന്നെ അവളുടെ കോൾ എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് അവൻ നോക്കിയത്. ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ ഒന്നും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അവളുടെ മറുപടി എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ ഗൗതം ഫോൺ കട്ട് ചെയ്തു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഗൗതമിന് കഴിഞ്ഞില്ല. തനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരം രേണുവിനോട് അവന് തോന്നുന്നുണ്ട്. ഒപ്പം വെറുപ്പും. എങ്ങനെയൊക്കെയോ വൈകുന്നേരം വരെ ഓഫീസിൽ തള്ളി നീക്കി പതിവിലും നേരത്തെ അവൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്നു കയറി ഏറെ നേരമായിട്ടും അവന് രേണു മുഖം നൽകിയില്ല. ഇന്നത്തെ സംഭവത്തിൽ ഗൗതം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർക്കുമ്പോൾ അവളുടെ കൈയും കാലും തളരുന്നത് പോലെ തോന്നി. അന്ന് രാത്രി മുറിയിലേക്ക് പോകാൻ രേണുവിന് ഒട്ടും ധൈര്യമില്ലായിരുന്നു. കോണിപ്പടിയുടെ ചുവട്ടിൽ അവൾ സംശയിച്ചു നിന്നു. വേണ്ട, രേണു റൂമിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോ. ഇന്നലെ കിട്ടിയ അടിയുടെ വേദന ഇനിയും പോയിട്ടില്ല. ഇന്ന് നീ ചെയ്ത കാര്യത്തിന് നിന്നെ ചിലപ്പോൾ ആ കാലം കൊല്ലാനും മടിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് നീ അവനെ കിസ് ചെയ്തത്. നിന്നെ വെറുതെ വിടാനോ? നോ ചാൻസ് രേണു, നോ ചാൻസ്. അവൾ തലയിൽ തല്ലിക്കൊണ്ട് സ്വയം പഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒപ്പം തന്നെ അതിനുള്ള ഉത്തരവും അവളുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അല്ല, അതിന് ഞാൻ എന്തു ചെയ്യാനാ? ആരാണ് എന്നെ തല്ലിയ കാര്യം പ്രസ്സിനോട് പറഞ്ഞത്? അല്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരാളെ തല്ലാമോ? ഇച്ചിരി പേടിക്കുന്നത് നല്ലതാ. ആ സമയത്ത് അവനെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും തോന്നിയില്ല. നീ ഇവിടെ ഈ പാതിരയ്ക്ക് എന്തെടുത്തോണ്ടിരിക്കുക? പിന്നിൽ ഗൗതത്തിന്റെ ശബ്ദം മുഴങ്ങിയത് കേട്ട് രേണു ഞെട്ടി തിരിഞ്ഞു നോക്കി. വാതിലിൽ ചാരി രണ്ടു കൈയും ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ ശരീരം തളർന്നു. അത് ഞാൻ പിന്നെ വെള്ളം കുടിക്കാൻ വന്നതാണ്. മുകളിലേക്ക് വാ. അവളുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അയ്യോ രേണു, നീ തീർന്നടി, തീർന്നു. ഭയം കൊണ്ട് അവളുടെ ഉള്ളിൽ ഒരു തരം തണുപ്പ് പടർന്നു കയറി. വിളക്കെടുത്ത് ആനയിക്കണം. അകത്തേക്ക് കയറി ആ വാതിലടക്കി. അവൾ വിറച്ചു വിറച്ച് അകത്ത് കയറി വാതിലടച്ച് മുറിയുടെ മൂലയിലേക്ക് നീങ്ങി. അവിടെ നിൽക്കാനല്ല, എന്റെ അടുത്തൊന്ന് നിൽക്കാനാ പറഞ്ഞേ. അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇന്ന് നീ എന്ത് പണിയാ കാണിച്ചേ? അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഇത്? അവന്റെ ചോദ്യത്തിൽ അവൾ പേടിച്ചു. ഐ ആം സോറി. എനിക്കവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ. എന്ത് നല്ല അഭിനയം! നീ തന്നെ വെളിയിൽ പോയി എല്ലാ കാര്യങ്ങളും പറയും, എന്നിട്ട് നീ തന്നെ എന്നെ രക്ഷിക്കും. ഭയങ്കര ഐഡിയ ആയിപ്പോയി. സത്യത്തിൽ നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, നീ എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടിട്ടാണ് നീ എന്നെ കല്യാണം കഴിച്ചെന്നോ? അപ്പോൾ അന്ന് രാത്രി സംഭവിച്ചതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? അവൻ അവളെ കുത്തി നോവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഇല്ല എന്ന് തലയാട്ടി. ഞാൻ എന്തു പറഞ്ഞാലാണ് നിങ്ങൾ വിശ്വസിക്കുക? അവൾ നിസ്സഹായതയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രേണു മുഖമുയർത്തി അവനെ നോക്കി അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ ഉടക്കി നിന്നു. അവളോടുള്ള ദേഷ്യത്തെക്കാളും അധികം ആ മുഖത്തെ ആകർഷണീയത അവനെ ഉലച്ചു കളഞ്ഞു. ശരി, എന്നാ ഒരു കാര്യം ചെയ്യ്.
ഇപ്പൊ എനിക്കൊരു കിസ്സുതാ. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ നീ വിളിച്ചു പറഞ്ഞത്. നിനക്കൊരു ചാൻസ് ഞാൻ തരാം. എന്നിട്ട് ഞാൻ നോക്കട്ടെ നിനക്കെന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഗൗതമിന്റെ വാക്കുകൾ കേട്ട രേണു അവനെ പകച്ചു നോക്കി നിന്നു. കിസ്സോ? എനിക്ക് പറ്റില്ല. അത് ഞാൻ അപ്പോൾ. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോ? ഇല്ലെങ്കിൽ അറിയാലോ ഞാനങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറുതെ എന്നെ ചീത്തയാക്കാൻ നിൽക്കേണ്ട രേണു മോളെ. എന്ത് ചെയ്യണമെന്നറിയാതെ രേണു ബെഡിന്റെ മൂലയിലേക്കിരുന്നതും അവളുടെ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിയവൻ. രേണുവിന്റെ കണ്ണിലെ ഭയവും അവളുടെ ശരീരത്തിലെ വിറയലും കണ്ടപ്പോൾ ഗൗതമിന് കൂടുതൽ രസം തോന്നി. അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ച ഗൗതം അവളുടെ നെറുകയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. രേണുവിന്റെ കണ്ണുകൾ വിടർന്നു. മെല്ലെ മെല്ലെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ ശില പോലെ നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മെല്ലെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി ചേർന്നപ്പോൾ ഉണ്ടായ ഷോക്കിൽ അവളൊന്ന് പിടച്ചപ്പോൾ ഗൗതം അവളെ അവന്റെ ശരീരത്തോട് ചേർത്ത് അമർത്തി പിടിച്ചു. കണ്ണുകൾ അടച്ചു നിന്ന രേണുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഐഷുവിന്റെ ശബ്ദം പറന്നു വീണത്. യു ചീറ്റ്! ആ സ്വരം അവളുടെ കാതിൽ കേട്ടു. അന്നറിയാതെ താൻ തെറ്റ് ചെയ്തു. ഇന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്നൊരു ഞൊടിയിൽ രേണു ഗൗതത്തിനെ തള്ളി മാറ്റി മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങി നിന്ന് മുഖം പൊത്തിക്കരഞ്ഞു. അവളുടെ ഈ പ്രവൃത്തിയുടെ പിന്നിലെ കാരണമറിയാതെ പകച്ചുപോയ ഗൗതം അവളുടെ ഇരു ചുമലുകളിലും പിടിച്ച് അവന്റെ നേർക്ക് തിരിച്ചു നിർത്തി. സ്റ്റോപ്പ് ഇറ്റ് ഗൗതം! അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, അന്ന് രാത്രി അറിയാതെയാണ് എനിക്ക് ആ തെറ്റ് പറ്റിയത്. അറിഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൾ ഓടിപ്പോയി മുറിയുടെ മൂലയിൽ വെറും നിലത്ത് കിടന്നു. അപ്പോഴാണ് ഗൗതമിനും സ്വബോധം വന്നത്. എന്താ ഞാൻ ഈ കാണിച്ചത്? ഇതൊക്കെ ഐഷു അറിഞ്ഞാൽ അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? എപ്പോഴും രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോ അവളോട് കാണിച്ചോർത്ത് അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? മനസ്സിലെ വിചാരങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ട് അവളോട് ഉറക്കെ പറഞ്ഞു. പോയി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ നോക്ക്. ഒന്നും മനസ്സിലാവാതെ രേണു ലൈറ്റെല്ലാം ഓഫ് ചെയ്തു വന്നു കിടന്നു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.